ഭാവിയിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവവചനത്തിൽ നിന്ന് നമ്മൾ അല്പസമയം പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന ഒരാലോചന നമ്മുടെ ജീവിതത്തിലെ തകർച്ചകളിലും പ്രതിസന്ധികളിലുമുള്ള പരിശുദ്ധാത്മാവിൻ്റെ പദ്ധതി നാം തിരിച്ചറിയുക. നമ്മുടെ ജീവിതത്തിലെ പലവിധ തകർച്ചകൾ, പ്രതിസന്ധികൾ, ദുരിതങ്ങൾ, പരാജയങ്ങൾ, ഇതിന്മേലുള്ള പരിശുദ്ധാത്മാവിൻ്റെ പദ്ധതി നമ്മൾ തിരിച്ചറിയണം. എൻ്റെ സഹോദരങ്ങളെ, പരിശുദ്ധ വചനം വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുന്നു. പൗലോസ് റോമാക്കാർക്ക് ഇത് ലേഖനം 8-ാം അധ്യായം 28-ാമത്തെ തിരുവചനം നമുക്ക് സുപരിചിതമായൊരു വചനമാണ്. നമുക്ക് ആ വചനം വായിച്ച് ഈ ശുശ്രൂഷയിലേക്ക് പെട്ടെന്ന് പ്രവേശിക്കാം. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലവും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നുവെന്ന് നമുക്കറിയാം. സകലവും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു. എന്റെ സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കണം, ആരെല്ലാം ദൈവത്തെ സ്നേഹിക്കുന്നുവോ, ആരെല്ലാം കർത്താവിനാൽ വിളിക്കപ്പെട്ടിരിക്കുന്നുവോ, അവരുടെ ജീവിതത്തിൽ എന്ത് തന്നെ സംഭവിച്ചാലും അതെല്ലാം നന്മയ്ക്കാക്കി മാറ്റാൻ കഴിയുന്ന വിശ്വസ്തനായ ദൈവമാണ് നമ്മുടെ കർത്താവായ യേശു. ആമേൻ. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ഞാൻ വിശ്വസിക്കുന്നു, നമ്മുടെ തലയ്ക്ക് മുകളിൽ കർത്താവ് ഒരു അരിപ്പ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അരിപ്പ കാണാൻ പറ്റുന്നുണ്ടോ? നമ്മുടെ എല്ലാവരുടെയും തലയ്ക്ക് മുകളിൽ ഒരു അരിപ്പ കർത്താവ് വെച്ചിട്ടുണ്ട്. ഈ അരിപ്പയിലൂടെ അരിച്ച് മാത്രമേ നമ്മുടെ ജീവിതത്തിൽ എന്തും വന്ന് വീഴുവാൻ കർത്താവ് അനുവദിക്കുകയുള്ളൂ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം വന്ന് വീണാലും എന്തെല്ലാം സംഭവിച്ചാലും അതെല്ലാം നമ്മുടെ കർത്താവ് അറിഞ്ഞുകൊണ്ടും അനുവദിക്കുന്നത് കൊണ്ടും മാത്രമാണെന്ന് നാം വിശ്വസിക്കുക. അങ്ങനെ വിശ്വസിക്കുന്ന ഉച്ചത്തിൽ ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ചില തകർച്ചകളും ചില പരാജയങ്ങളും ചില ദുരിതങ്ങളും ചില സങ്കടങ്ങളെല്ലാം വരും നാളുകളിൽ, വരും ദിനങ്ങളിൽ നമുക്ക് അനുഗ്രഹവും അഭിഷേകവുമായി മാറുന്നത് കാണുവാൻ പറ്റും. സങ്കീർത്തകനായ ദാവീദ് പറയുന്നുണ്ട്, 119-ാം സങ്കീർത്തനം 71-ാം വചനത്തിൽ ദാവീദ് ഇപ്രകാരം ആത്മാവിൽ നിറഞ്ഞ് ദാവീദ് പ്രഖ്യാപിക്കുകയാണ്, ദുരിതങ്ങൾ എനിക്ക് ഉപകാരമായി. ഒരു ഉച്ചത്തിൽ പറഞ്ഞേ, ദുരിതങ്ങൾ എനിക്ക് ഉപകാരമായി, തന്മൂലം ഞാൻ അങ്ങയുടെ ചട്ടങ്ങൾ അഭ്യസിച്ചുവല്ലോ. ഞാൻ കർത്താവിന്റെ നിയമങ്ങൾ അഭ്യസിച്ചു. അപ്പൊ ചില ദുരിതങ്ങള്, ചില തകർച്ചകള്, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ചില പരാജയങ്ങള്, ചില നൊമ്പരങ്ങള്, ചില ദുരന്തങ്ങള്, ചില വേദനകള്, ചില കണ്ണുനീരുകള്, അത് നമുക്ക് വലിയ ഉപകാരങ്ങളായി അനുഗ്രഹങ്ങളായി മാറുന്നു. തന്മൂലം നമ്മൾ അനേകർ കർത്താവിനെ കണ്ടുമുട്ടുവാൻ ഇടയായി. സഹോദരങ്ങളെ, ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് നാം കാണുകയാണ് നമ്മുടെ ജീവിതത്തിലെ ചില തകർച്ചകളിലും വേദനകളിലുമുള്ള പരിശുദ്ധാത്മാവിന്റെ പദ്ധതി എന്താണെന്നുള്ളത്. എൻ്റെ ജീവിതത്തിൽ ഒരു പ്രശ്നവുമില്ല, ഒരു സഹനവുമില്ല, ഒരു വേദനയുമില്ല എന്നുള്ള ആരെങ്കിലും ഈ സമൂഹത്തിൽ വന്നിട്ടുണ്ടോ? ഉണ്ടോ? ഉണ്ടെങ്കിൽ ഇപ്പോൾ ഈ സെഷൻ കഴിഞ്ഞ്, കൺവെൻഷൻ കഴിഞ്ഞ് എനിക്ക് അവരുമായി ഒരു 10 മിനിറ്റ് ഇന്റർവ്യൂ നടത്താനാവുള്ളൂ. ആരെങ്കിലും ഉണ്ടോ അങ്ങനെ? എൻ്റെ സഹോദരങ്ങളെ, നമ്മൾക്ക് എല്ലാവരുടെയും ജീവിതത്തിൽ നമ്മുടേതായ പ്രശ്നങ്ങളും വേദനകളും കണ്ണുനീരുകളും തകർച്ചകളെല്ലാം ഉണ്ട്. ഇതൊക്കെയുള്ളവരാ നമ്മൾ. പക്ഷെ ഇതിൻ്റെ നടുവിൽ പരിശുദ്ധാത്മാവിന് വലിയൊരു പദ്ധതിയുണ്ട്. അടുത്തിരിക്കുന്ന വ്യക്തിയോട് പറഞ്ഞേ, നമ്മുടെ തകർച്ചകളിൽ ആത്മാവിന് പദ്ധതിയുണ്ട്. പറഞ്ഞേ, നമ്മുടെ തകർച്ചകളിൽ ആത്മാവിനൊരു പദ്ധതി. നമ്മുടെ പ്രതിസന്ധികളിൽ, നമ്മുടെ പരാജയങ്ങളിൽ പരിശുദ്ധാത്മാവിന് കൃത്യമായ ചില പദ്ധതികളുണ്ട്. അതുകൊണ്ട് ആരും മനസ്സ് തകർന്നിരിക്കണ്ട. നിന്റെ പ്രതിസന്ധി എന്തുമാകട്ടെ, നിന്റെ തകർച്ച എത്ര വലുതായിക്കൊള്ളട്ടെ, നിന്റെ കണ്ണുനീര്, നൊമ്പരങ്ങള്, പരാജയങ്ങള്, ദുരിതങ്ങള്, ദുരന്തങ്ങള്
എത്ര വലുതായിക്കൊള്ളട്ടെ, പ്രിയ സഹോദര സഹോദരി, അതിന്മേൽ കൃത്യമായി പരിശുദ്ധാത്മാവിന് ചില പദ്ധതികളുണ്ട്. ഹല്ലേലൂയ. ആ പദ്ധതി പ്രകാരം ദൈവം നിന്നെ ഈ ശുശ്രൂഷയിലേക്ക് കൂട്ടിക്കൊണ്ടു വന്നിരിക്കുന്നത്. വിശ്വസിക്കുന്നവർ ശക്തിയോടെ കരമടിച്ച് കർത്താവിനെ നന്ദി പറഞ്ഞ് സ്തുതിച്ചേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതിക്കുന്നു. ആമേൻ, ആമേൻ. അടുത്തിരിക്കുന്ന വ്യക്തിയോട് ശക്തിയോടെ പറഞ്ഞേ, പരിശുദ്ധാത്മാവ് വെറുതെ ഒന്നും ചെയ്യുന്നില്ല. പറഞ്ഞേ, പരിശുദ്ധാത്മാവ് വെറുതെ ഒന്നും ചെയ്യുന്നില്ല. അപ്പൊ ആത്മാവിന്റെ ഏതൊരു പ്രവൃത്തിയുടെ പുറകിൽ കൃത്യമായ പദ്ധതിയുണ്ട്, കൃത്യമായ ഉദ്ദേശമുണ്ട്. ആ ദൈവ പദ്ധതി മൂലം ഞാനും നിങ്ങൾ ഇന്നിപ്പോൾ ഇവിടെ ആയിരിക്കുന്നത്. ഈ കൺവെൻഷനെ കർത്താവ് കൊണ്ടുവന്നിരിക്കുന്നത് അവിചാരിതമായി നമ്മൾ ആരും വന്നവരല്ല സഹോദരങ്ങളെ. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 16-ാം അധ്യായം 6-7 വചനങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും. പൗലോസ്ലീഹ ഏഷ്യയിൽ വചനം പ്രസംഗിക്കാനായിട്ട് പോവാണ്. അപ്പൊ പരിശുദ്ധാത്മാ പറഞ്ഞു, പൗലോസേ, നീ ഏഷ്യയിൽ ഇപ്പോൾ വചനം പ്രസംഗിക്കേണ്ടെന്ന് പറഞ്ഞു. പരിശുദ്ധാത്മാവ് അനുവദിച്ചില്ല. അപ്പോൾ പൗലോസ്ലീഹ ബിഥീനിയയിലേക്ക് പോകാൻ തീരുമാനിച്ചു. ബിഥിയാനയിലേക്ക് പോകാൻ ഒരുങ്ങുമ്പോൾ വീണ്ടും പരിശുദ്ധാത്മാവ് പറഞ്ഞു, പൗലോസേ, നീ ബിഥീനിയയിലേക്ക് നീ വചനം പറയാൻ പോകണ്ട. പരിശുദ്ധാത്മാവ് അതും അനുവദിച്ചില്ല. അപ്പൊ ചില കാര്യങ്ങൾ നമുക്ക് അനുവദിക്കപ്പെടാത്തത് മറ്റു ചില കാര്യങ്ങളിൽ വഴികൾ തുറക്കുവാനാണ്. ഹല്ലേലൂയ. ചില തടസ്സങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുന്നത് ശ്രദ്ധിച്ചു കേൾക്കണം. ചില തടസ്സങ്ങള്, ചില പ്രതിബന്ധങ്ങള് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് മറ്റെവിടെയോ ദൈവം നിനക്ക് വേണ്ടി ചില വഴികൾ, ചില വാതിലുകൾ തുറക്കുന്നുണ്ട്. അത് നീ തിരിച്ചറിയുവാനാണ്. വിശ്വസിച്ച ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന വ്യക്തിയോട് പറഞ്ഞേ, വഴി അടഞ്ഞു പോകുമ്പോൾ ഭയപ്പെടണ്ട. പറഞ്ഞേ, ദൈവം മറ്റൊന്ന് തുറക്കുന്നുണ്ട്. ദൈവം മറ്റൊന്ന് തുറക്കുന്നുണ്ട്. ഒന്ന് തുറക്കാതെ ഉള്ളത് അടയുവാൻ പരിശുദ്ധാത്മാവ് അനുവദിക്കുകയില്ല. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. വ്യക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പൊ ഇങ്ങനെ പൗലോസ് നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് 16:9 വേഗം വന്ന് അപ്പോസ്തല പ്രവർത്തനം 16:9 അവിടെ എന്താ പരിശുദ്ധാത്മ പറയുന്നത്? രാത്രിയിൽ പൗലോസിന് ഒരു ദർശനമുണ്ടായി. രാത്രിയിൽ പൗലോസിലേക്ക് ദർശനമുണ്ടായി. എന്തായിരുന്നു ദർശനം? മെക്കദോനിയക്കാരനായ ഒരു ചെറുപ്പക്കാരൻ വന്ന് പൗലോസിനോട് പറഞ്ഞു, പൗലോസ്ലീഹായേ, ഞങ്ങളുടെ നാട്ടിൽ വന്ന് മെക്കദോനിയയിൽ വന്ന് ഞങ്ങളോട് കർത്താവിന്റെ വചനം അറിയിക്കേ, ഞങ്ങളോട് സുവിശേഷം പറ, ഞങ്ങൾ രക്ഷ പ്രാപിക്കട്ടെ, ഞങ്ങളുടെ ദേശം ഉണർത്തപ്പെടട്ടെ, ഞങ്ങളുടെ ദേശം കർത്താവിനായി വീണ്ടെടുക്കപ്പെടട്ടെ, ഞങ്ങളുടെ നാട്ടിൽ വന്ന് ഞങ്ങളോട് സുവിശേഷം അറിയിക്കുക. അപ്പൊ പൗലോസിലേക്ക് കാര്യം മനസ്സിലായി. പരിശുദ്ധാത്മാവ് തന്നെ അയക്കുന്നത് മെക്കദോനിയയിലോട്ടാണ്. അപ്പൊ ഒന്ന് അടഞ്ഞപ്പോൾ ദൈവം മറ്റൊന്ന് തുറക്കുകയാണ്. കേട്ടോ? അപ്പോ ചില തടസ്സങ്ങൾ എന്തിനാ വരുന്നത്? ചില തടസ്സങ്ങൾ എന്തുകൊണ്ട് ജീവിതത്തിൽ ഉണ്ടാകുന്നത്? ആ തടസ്സത്തിലേക്ക് നോക്കി അസ്വസ്ഥപ്പെട്ട് ആകുലപ്പെട്ട് ടെൻഷൻ അടിച്ച് നിന്റെ പ്രഷർ കൂട്ടാനല്ലാതെ ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. ചില തടസ്സങ്ങൾ കർത്താവ് അനുവദിക്കുന്നത്, നീ ആ വഴി പോയാൽ ചിലപ്പോൾ നമുക്ക് കൊടിയ നാശമുണ്ടാകാം. അപ്പോ അവിടെ കർത്താവ് നോ പറയുന്നത്, അത് അനുവദിക്കാത്തത് മറ്റൊരു വഴി നമുക്ക് വേണ്ടി തുറക്കുവാനാണ്. എന്റെ സഹോദരങ്ങളെ, അങ്ങനെ നിങ്ങൾ ശ്രദ്ധിച്ച്, മെക്കദോനിയയിൽ പോയി കർത്താവിന്റെ വചനം അറിയിച്ചു, സുവിശേഷം അറിയിച്ചു. അവിടെ കർത്താവിന്റെ ശക്തമായ സുവിശേഷ വേല പൗലോസ്ലീഹ ചെയ്തു. അനേകം രോഗികൾ സുഖപ്പെട്ടു, അനേകർക്ക് ഡെലിവറൻസ് ഉണ്ടായി, പൈശാചിക ബന്ധനങ്ങൾ തകർന്നു, സാത്താൻ കോട്ടകളെ പൗലോസ്ലീഹ പരിശുദ്ധാത്മ ശക്തിയാൽ ആ കോട്ടകളെല്ലാം തകർത്തു കളഞ്ഞു. തന്മൂലം അവിടെ എന്താ ഉണ്ടായി എന്ന് പറയോ? വലിയ ഡെലിവറൻസുകൾ ഉണ്ടായി. തന്മൂലം എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ വചനം പറയുകയാണ്, ആ തിരുവചനം 16:22 ഇതൊക്കെ കണ്ടപ്പോൾ, വലിയ വിമോചനങ്ങളും സൗഖ്യങ്ങളൊക്കെ ഉണ്ടായപ്പോൾ ജനക്കൂട്ടം എന്തു ചെയ്തു? ഒന്നാകെ അവർക്കെതിരായി ഇളകി.
ജനക്കൂട്ടം ഒന്നാകെ പൗലോസിനും ശീലാസിനും എതിരായിട്ട് ഇളകി. എന്നിട്ട് അവരെന്ത് ചെയ്തു? 23-ാം വചനം പറയാണ്, അവരെ വളരെയധികം പ്രഹരിച്ചതിന് ശേഷം കാരാഗൃഹത്തിൽ അടച്ചു. അപ്പൊ മക്കെദോനിയയിലേക്ക് പരിശുദ്ധാത്മാവ് പോകാൻ പറഞ്ഞു. പക്ഷെ ഈ അടിയും മർദ്ദനവും പീഡനങ്ങളൊന്നും പരിശുദ്ധാത്മാവ് പറഞ്ഞില്ല. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. അപ്പൊ പറഞ്ഞു ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഇവിടെ നമുക്കുള്ള മെസ്സേജ് അതാ. ആത്മാവ് ഒരു ദൗത്യം നമ്മൾ ഏൽപ്പിക്കുമ്പോൾ ശ്രദ്ധിച്ചിരിക്കണമേ. പരിശുദ്ധാത്മാവ് ഒരു ദൗത്യം നമ്മൾ ഏൽപ്പിക്കുമ്പോൾ, പരിശുദ്ധാത്മാവ് ഒരു ശുശ്രൂഷയ്ക്കായി, ഒരു പ്രത്യേക പദ്ധതിക്കായി നമ്മളെ തെരഞ്ഞെടുക്കുമ്പോൾ അതിൽ സഹനമുണ്ട്, അതിൽ ദുഃഖമുണ്ട്, അതിൽ വേദനയുണ്ട്, അതിൽ കണ്ണീരുണ്ട്, അതിൽ അവഗണനയുണ്ട്, അതിൽ പലവിധത്തിലുള്ള നൊമ്പരങ്ങളുണ്ട്. പക്ഷെ നീ ഭയപ്പെടേണ്ട. നിന്നെ വിളിച്ച, നിന്നെ അഭിഷേകം ചെയ്ത പരിശുദ്ധാത്മാവ് നിന്റെ കൂടെയുണ്ട്. ഏത് പ്രതിസന്ധിയിലും നീ ഒറ്റയ്ക്കല്ല, ആത്മാവ് നിന്റെ കൂടെയുണ്ട്. ഏത് സകലത്തിലും നീ ഒറ്റയ്ക്കല്ല, വിളിച്ച പരിശുദ്ധാത്മാവ് നിന്റെ കൂടെയുണ്ട്. വിളിച്ച ആത്മാവ് നിന്റെ കൂടെയുണ്ട്. നീ അനുഭവിക്കുന്ന കൊടിയ സകലങ്ങളിൽ, ദുരിതങ്ങളിൽ, വേദനകളിൽ പരിശുദ്ധാത്മാവ് നിന്നോടൊപ്പം യാത്ര ചെയ്യുന്നുണ്ട്. വിശ്വസിക്കുന്ന ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. ഇരു കരങ്ങളെടുത്തിട്ട് 3 പ്രാവശ്യം വിളിച്ച് റൂഹായേ, റൂഹായേ, റൂഹാ, 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 റൂഹാ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ആരാധന. അടുത്തിരിക്കുന്ന വ്യക്തിയോട് പറ, പ്രതിസന്ധികളിൽ നമ്മൾ ഒറ്റയ്ക്കല്ല, കൂടെ പരിശുദ്ധാത്മാവുണ്ട്. ഉച്ചത്തിൽ പറഞ്ഞേ. പ്രതിസന്ധികളിൽ നമ്മൾ ഒറ്റയ്ക്കല്ല, പരിശുദ്ധാത്മാവ് കൂടെയുണ്ട്. സഹനങ്ങളിൽ ഒറ്റയ്ക്കല്ല, കൂടെ പരിശുദ്ധാത്മാവ്. ഇവിടെ കൊടിയ മർദ്ദനം. വചനം പറയുന്നത് എന്താണ്? അവർക്ക് വലിയ മർദ്ദനങ്ങൾ ഉണ്ടായി, അവരെ വളരെയധികം പ്രഹരിച്ചു. തുടർന്ന് 24-ാമത്തെ വചനം എന്താ പറയുന്നത്? അവർ കൽപ്പന പ്രകാരം അവരെ കാരാഗ്രഹത്തിന്റെ ഉള്ളറയിലാക്കി. കടുത്ത ഭീകരന്മാരിടുന്ന ഫിലിപ്പി കാരാഗ്രഹത്തിന്റെ ഉള്ളറയിലേക്ക് പൗലോസിനെയും ശീലാസിനെയും അവർ തള്ളിയിടുകയാണ്. കാരാഗ്രഹത്തിന്റെ ഉള്ളറയിലേക്ക്. അവിടെ ദുർഗന്ധമാണ്, കൂരാക്കൂരി ഇരുട്ട്, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ട് കാണാൻ പോലും പറ്റാത്ത വിധത്തിലുള്ള ഭയങ്കരമായ അന്ധകാരം. അവർ കൈകൾക്ക് വിലങ്ങ് വെച്ചു, കാലുകൾക്ക് ആമം വെച്ചു. അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കാൻ പോലും പറ്റാത്ത വിധം അവർ ബന്ധിതരായി. എന്ന് പറഞ്ഞാൽ പൗലോസ്ലീഹായും ശീലാസും ഒരു കൊടിയ പ്രതിസന്ധിയിലായി. എൻ്റെ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ഇത് സംഭവിച്ചാൽ നമ്മൾ എന്തായി ചെയ്യുന്നത്? ഇനിയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ കൊടിയ പ്രതിസന്ധിയുടെ, ഈ കൊടിയ തകർച്ചയുടെ, ഈ കൊടിയ വേദനയുടെ, ഈ കൊടിയ കണ്ണുനീരിന്റെ മധ്യേ പൗലോസിലും ശീലാസ് എന്താ ചെയ്തത്? നമുക്കറിയാം. അപ്പോസ്തല പ്രവർത്തനം 16-25 നമ്മൾ വരുമ്പോൾ കാണുന്നത് എന്താ? ഇതിന്റെ നടുവിൽ അവർ ശക്തമായി കർത്താവിന് സാക്ഷ്യം നൽകി. ഹല്ലേലൂയ. ഉച്ചത്തിൽ പറഞ്ഞേ, ഉണർവോടെ പറഞ്ഞേ ഹല്ലേലൂയ. പ്രതിസന്ധികളുടെ മധ്യേ, സഹനങ്ങളുടെ മധ്യേ, വലിയ വേദനയുടെ മധ്യേ, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന കൊടിയ തകർച്ചകളുടെ മധ്യേ, സഹോദരങ്ങളെ, നമുക്ക് കർത്താവിന് ശക്തമായി സാക്ഷ്യം നൽകാൻ പറ്റുന്നുണ്ടോ? നമ്മുടെ വിശ്വാസത്തിന്റെ സാക്ഷ്യം നമുക്ക് ശക്തമാക്കാൻ പറ്റുന്നുണ്ടോ? ഇവിടെ ആ കാരാഗ്രഹത്തിനുള്ളറയിൽ കിടന്ന് പൗലോസും ശീലാസും ആ കൊടിയ ദുരിതത്തിന്റെ നടുവിൽ അവർ ശക്തിയോടെ കർത്താവിന് സാക്ഷ്യം നൽകി. മനസ്സിലാകുന്നവർ ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. 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 ആ തീച്ചൂളയുടെ മധ്യേ മൂന്ന് ബാലകരെ, ആ തീച്ചൂളയുടെ മധ്യേ അവർ ദൈവത്തെ പാടി ആരാധിച്ച് അവർ തങ്ങളുടെ വിശ്വാസത്തിന് സാക്ഷ്യം നൽകിയതുപോലെ ഈ പ്രതിസന്ധികളിൽ പൗലോസും ശീലാസും കർത്താവിന് സാക്ഷ്യം. ഈ സഹോദരങ്ങളെ, പരിശുദ്ധാത്മാവുള്ള ഒരു ദൈവ പൈതലിന്റെ ലക്ഷണം ഇതാണ്. സഹനങ്ങളിലും വേദനകളിലും ഞെരുക്കങ്ങളിലും പരാജയങ്ങളിലും അവർ ധീരതയോടെ അതിന്റെ നടുവിൽ കർത്താവിന് സാക്ഷ്യം നൽകൂ. അവർ കർത്താവിനെ മഹത്വപ്പെടുത്തും. ഹല്ലേലൂയ.
ഈ സത്യം നമ്മൾ മനസ്സിലാക്കണം. അതാണ് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സുവിശേഷ പ്രഘോഷകനായിരുന്നു സാധു കൊച്ചു ഉപദേശി. 10-65 കൊല്ലങ്ങൾക്ക് മുൻപ് തൻ്റെ ഏകമകൻ സാമുവേല് പാമ്പ് കടിയേറ്റ് മരിച്ചു. ഈ സമയത്ത് താൻ തിരുനെൽവേലി സുവിശേഷ വേല ചെയ്ത് തിരിച്ചു വരുമ്പോൾ തൻ്റെ കൊച്ചു വീട്ടുമുറ്റത്ത് ഏതാനും ആളുകൾ കൂടി നിൽക്കുന്നു. അവർ പറഞ്ഞു, സാമുവേൽ കുഞ്ഞ് മരിച്ചുപോയി, സാമുവേൽ കുഞ്ഞ് മരിച്ചുപോയി. തൻ്റെ പ്രതീക്ഷയായിരുന്ന, തൻ്റെ സ്വപ്നമായിരുന്ന തൻ്റെ പൊന്നോമന മകനെ തൻ്റെ തോളിലെടുത്ത് താൻ പ്രാർത്ഥിക്കുന്ന ആ കൊച്ചുമുറിയിലേക്ക് ചെന്ന് തന്നെ തെരഞ്ഞെടുത്ത തൻ്റെ കർത്താവിൻ്റെ തിരുമുഖത്തേക്ക് നോക്കി ആ ദൈവമനുഷ്യൻ ആത്മാവിൽ നിറഞ്ഞ് ഇപ്രകാരം പാടി, ദോഷമായിട്ടൊന്നും എന്നോ എന്റെ താതൻ ചെയ്യുകയില്ല, എന്നെ അവൻ അടിച്ചാലും. അറിയുന്നൊരു കൂടെ പാടിക്കേ, അവൻ എന്നെ സ്നേഹിക്കുന്നു, എന്നെ അവൻ അടിച്ചാലും, അവൻ എന്നെ സ്നേഹിക്കുന്നു. ഇതെപ്പോഴാ അദ്ദേഹം ആത്മാവിൽ പാടിയത്? എപ്പോഴാ? മകനെ MBBS അഡ്മിഷൻ കിട്ടിയപ്പോഴാണോ? മകൾ IELTS പാസ്സായി ലണ്ടനിൽ പോയപ്പോഴാണോ? ഏതെങ്കിലും ഭൗതികമായ നന്മകൾ ലഭിച്ചപ്പോഴാണോ? തൻ്റെ പ്രതീക്ഷയായിരുന്ന, തൻ്റെ എല്ലാമായിരുന്ന തൻ്റെ പൊന്നോമന മകൻ, തൻ്റെ ഏകമകൻ സാമുവേൽ കുഞ്ഞ് മരണപ്പെട്ടപ്പോൾ ആ ദൈവമനുഷ്യൻ ആ പ്രതിസന്ധിയുടെ, ആ സകലത്തിന്റെ, ആ വേദനയുടെ, ആ കൊടിയ ദുരിതത്തിന് നടുവിൽ ശക്തിയോടെ തന്റെ കർത്താവിന് സാക്ഷ്യം നൽകി. കർത്താവിനെ മഹത്വപ്പെടുത്തി. അടുത്തിരിക്കുന്ന തൊട്ടുകൊണ്ട് പറ, ഇതാണ് യഥാർത്ഥ വിശ്വാസം. പറഞ്ഞേ, ഇതാണ് യഥാർത്ഥ വിശ്വാസം. കാര്യങ്ങളൊക്കെ ഭംഗിയായി പോകുമ്പോ സ്തുതിക്കാനും പാടാനും ആർക്കാ പറ്റാത്ത? കാര്യങ്ങളൊക്കെ ഭംഗിയായി പോകുമ്പോൾ പാടാനും പ്രാർത്ഥിക്കാനും ആരാധിക്കാനും ആർക്കാ കഴിയാത്തത്? അതിന് കൃപയുടെ ആവശ്യമില്ല, അതിന് പരിശുദ്ധാത്മാവിന്റെ ആവശ്യമില്ല, അതാർക്കും ചെയ്യാം. എന്നാൽ പ്രതിസന്ധിയുടെ നടുവിൽ, തകർച്ചയുടെ നടുവിൽ, വേദനയുടെ നടുവിൽ, ദുരിതത്തിന് നടുവിൽ നിന്റെ കർത്താവിനെ, നീ കർത്താവിന്റെ വചനത്തെ, നമ്മളെ തെരഞ്ഞെടുത്ത കർത്താവിന്റെ അത്ഭുത നാമത്തെ മഹത്വപ്പെടുത്തുവാൻ തീരുമാനമുള്ള, സമർപ്പണമുള്ള എത്ര പേര് ഇവിടെ ഇരിപ്പുണ്ട്? അവർ ഉച്ചത്തിൽ ഹല്ലേലൂയ പറയട്ടെ. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഇരു കരങ്ങൾ തിരി വിളിച്ച് റൂഹായേ, അപ്പൊ ഒന്നാമത് പരിശുദ്ധാത്മാവിന് എന്താ പറയാനുള്ളത്? പ്രതിസന്ധികളിൽ നീ കർത്താവിന് സാക്ഷ്യം നൽകുക. പറഞ്ഞേ, പ്രതിസന്ധികളിൽ കർത്താവിന് സാക്ഷ്യം നൽകുക, സഹനങ്ങളിൽ കർത്താവിന് സാക്ഷ്യം നൽകുക, വേദനകളിൽ കർത്താവിന് സാക്ഷ്യം നൽകുക, നിന്റെ ദുരിതങ്ങളിൽ കർത്താവിന് സാക്ഷ്യം നൽകുക, നിന്റെ സങ്കടങ്ങളിൽ കർത്താവിന് സാക്ഷ്യം നൽകുക. എത്ര പേർക്ക് കഴിയും? എത്ര പേർക്ക് പറ്റും? എത്ര പേർക്ക് പറ്റും? അവരാണ് പരിശുദ്ധാത്മാവുള്ളവർ, അവരെ പരിശുദ്ധാത്മാവുള്ളവർ, അവരെ അഭിഷേകമുള്ളവർ. ഓ, സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ആമേൻ. രണ്ടാമത് അവരെന്താ ചെയ്ത്? നമ്മൾ മനസ്സിലാക്കുന്ന സഹോദരങ്ങളെ, ഈ പ്രതിസന്ധിയുടെ കാലുകൾ കാമം വെച്ചിരിക്കുക, കരങ്ങൾ ബന്ധിച്ചിരിക്കുക, ശരീരം മുഴുവൻ പൊട്ടിപ്പൊളിഞ്ഞിരിക്കുക, ദുസ്സഹമായ വേദന, അടികൊണ്ട് ദേഹം മുഴുവൻ മുറിഞ്ഞ് കൊടിയ വേദന. ഈ വേദനയുടെ, ഈ സകലത്തിന്റെ, ഈ കാരാഗ്രഹത്തിന്റെ, ദുർഗന്ധത്തിന്റെ, അന്ധകാരത്തിന്റെ നടുവിൽ പരസ്പരം കുറ്റപ്പെടുത്താതെ, പരസ്പരം പരാതി പറയാതെ, പരസ്പരം ന്യായീകരിക്കാതെ അവർ ചങ്ക തുറന്ന് ജീവിക്കുന്ന കർത്താവിനെ സ്തുതിച്ച് ആരാധിച്ചു. നമ്മൾ പാടുന്നില്ലേ? എന്താ പാടുന്നത്? അപ്പോസ്തല രാത്രികാലേ ആരാധിച്ചപ്പോൾ ചങ്കല പൊട്ടി ബന്ധിതരെല്ലാം മോചിതരായല്ലോ. അവരേത് സാഹചര്യത്തിൽ ആരാധിച്ചത്? കൊടിയ സകലത്തിന് നടുവിൽ, കൊടിയ വേദനയുടെ നടുവിൽ, കൊടിയ പ്രതിസന്ധിയുടെ നടുവിൽ എല്ലാം മറന്ന് അവർ ദൈവത്തെ ആരാധിച്ചു. അവർ കർത്താവിനെ മഹത്വപ്പെടുത്തി. അതുകൊണ്ട് വചനം പഠിപ്പിക്കുന്നത്,
32 സങ്കീർത്തനം 8 വചനം നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണമേ. ഈ വചന കൂടാരത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ഇപ്പോൾ ആത്മശക്തി വ്യാപരിക്കുകയാണ്. അഭിഷേകം പ്രാപിച്ചോ, 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 ഏറ്റെടുത്തോ. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ചില വേദനകളിലേക്ക്, ചിലരുടെ തകർച്ചകളിലേക്ക്, ചിലരുടെ സങ്കടങ്ങളിലേക്ക്, ചിലരുടെ പ്രതിസന്ധികളിലേക്ക് ഇതാ പരിശുദ്ധാത്മാവ് വരുന്നു. എന്താ വചനം പറയുന്നത്? വായിച്ചേ. 32 സങ്കീർത്തനം 8 വചനം എന്താ പറയുന്നത്? ഞാൻ നിന്നെ ഉപദേശിക്കാം. സങ്കീർത്തനങ്ങൾ 32 കർത്താവ് 32:6 ആകയാൽ ദൈവഭക്തർ ദൈവത്തെ സ്നേഹിക്കുന്നവരെ എന്ത് ചെയ്യാനാ വചനം പറയുന്നത്? ആപത്തിൽ കഷ്ടതയിൽ അവിടുത്തോട് പ്രാർത്ഥിക്കട്ടെ, സഹനങ്ങളിൽ അവിടുത്തോട് പ്രാർത്ഥിക്കട്ടെ, തകർച്ചകളിൽ അവിടുത്തോട് പ്രാർത്ഥിക്കട്ടെ, പരാജയങ്ങളിൽ അവിടുത്തോട് പ്രാർത്ഥിക്കട്ടെ, കർത്താവിനോട് പ്രാർത്ഥിക്കട്ടെ. അപ്പോൾ എന്ത് സംഭവിക്കും? കഷ്ടത കരകവിഞ്ഞൊഴുകിയാലും കഷ്ടത ചില കൊടിയ പ്രശ്നങ്ങളുമായി ഈ വചന കൂടാരത്തിലായിരിക്കുന്ന ചില ജീവിതങ്ങളെ ഇപ്പോൾ ഈ സമയം പരിശുദ്ധാത്മാവ് കണ്ടുകൊണ്ടിരിക്കുന്നു. അവർക്കുള്ള ദൂത ഇത്, അവർക്കുള്ള ദൂത. ആവശ്യക്കാര് പ്രാപിച്ചോ? ഈ വചനത്തിൽ നീ വിശ്വസിച്ചോ? നിനക്ക് ഡെലിവറൻസ് ഉണ്ട്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ആപത്തിൽ എന്താ ചെയ്യേണ്ടത്? പരാതി പറയൂ. ആപത്തിൽ എന്ത് ചെയ്യാനാ വചനം പഠിപ്പിക്കുന്നത്? കർത്താവിനോട് പ്രാർത്ഥിക്കട്ടെ, സഹനങ്ങളിൽ കർത്താവിനോട് പ്രാർത്ഥിക്കട്ടെ, ദുരിതങ്ങളിൽ കർത്താവിനോട് പ്രാർത്ഥിക്കട്ടെ, പരാജയങ്ങളിൽ കർത്താവിനോട് പ്രാർത്ഥിക്കട്ടെ. അപ്പോൾ പരിശുദ്ധാത്മാവ് എന്താ ചെയ്യാ? കഷ്ടത കരകവിഞ്ഞൊഴുകിയാലും, കഷ്ടത നിന്റെ തലയ്ക്ക് മീതെ ഉയർന്നാലും, നിന്റെ തലയ്ക്ക് മീതെ പ്രതിസന്ധികൾ ഉയർന്നാലും അതവരെ സമീപിക്കുകയില്ല. അത് നിന്നെ സമീപിക്കുകയില്ല, നിന്റെ കുടുംബത്തെ സമീപിക്കുകയില്ല, നിന്റെ മക്കളെ സമീപിക്കുകയില്ല, നിന്റെ തൊഴിൽ മേഖലകളെ സമീപിക്കുകയില്ല. എത്ര പേര് ഈ വചനത്തിൽ വിശ്വസിക്കുന്നു? ആ വരികൾ പാടിയ റൂഹായെ ഒന്ന് കരമുയർത്തി വിളിച്ച റൂഹായെ, റൂഹായെ, റൂഹായെ നീ കാറ്റായി വാ, റൂഹായേ തീനാവായി വാ, റൂഹായേ പെൺപ്രാവായി വാ, റൂഹായ് എന്നിൽ നീ നിറവായി വാ. വീണ്ടും പരിശുദ്ധ വചനം പറയുന്നു 34 സങ്കീർത്തനം 17 വചനം. ഈ വചനം ഏറ്റെടുക്ക്. ഈ വചനത്തിന് അഭിഷേകം നീ പ്രാപിക്കേ. നീ ഇരിക്കുന്നിടത്തേക്ക് ഈ വചനത്തിന്റെ ശക്തി വരികയാണ്. നീ അത് സ്വന്തമാക്കിക്കൊണ്ട് വചനം ശ്രദ്ധിച്ച് എന്താ പറയുന്നത്? നീതിമാൻ സഹായത്തിന് നിലവിളിക്കുമ്പോൾ, നീതിമാന്മാർ കർത്താവിനെ സ്നേഹിക്കുന്നവർ സഹായത്തിനായി അവർ നിലവിളിക്കുമ്പോൾ കർത്താവ് കേൾക്കുന്നു, കർത്താവ് കേൾക്കുന്നു, കർത്താവ് കേൾക്കുന്നു. ഇവിടെ വന്ന് ഇനി ആരാധനയിലേക്ക് പ്രവേശിക്കാൻ പോവാ. യേശുവേ എന്ന് പറഞ്ഞ് ചങ്ക് പൊട്ടി നീ വിളിക്കുമ്പോൾ നിന്റെ ഓരോ നിലവിളിയും കർത്താവ് കേൾക്കുന്നുവെന്ന് പരിശുദ്ധ വചനം പഠിപ്പിക്കുകയാണ്. ഹല്ലേലൂയ. എന്നിട്ട് എന്താ പറയുന്നത്? അവരെ സകലവിധ കഷ്ടതകളിൽ നിന്ന്, അവരെ സകല കഷ്ടതകളിൽ നിന്നും രക്ഷിക്കുന്നു, അവരെ സകല കണ്ണുനീരുകളിൽ നിന്നും രക്ഷിക്കുന്നു, പരാജയങ്ങളിൽ നിന്നും രക്ഷിക്കുന്നു, ദുരിതങ്ങളിൽ നിന്നും രക്ഷിക്കുന്നു. കർത്താവ് അവരെ രക്ഷിക്കുന്നു. കരട് ജീശോയ്ക്ക് നന്ദി പറഞ്ഞേ, നല്ല കടി കൊടുക്ക്. ഓ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഒരു വചനം കൂടി, യാക്കോബിന്റെ ലേഖനം 5:13 ശ്രദ്ധിച്ചിരിക്കണമേ. യാക്കോബിന്റെ ലേഖനം 5:13 എന്താണ് പരിശുദ്ധ വചനം പറയുന്നത്? നിങ്ങളിൽ ദുരിതം അനുഭവിക്കുന്നവർ കർത്താവിനോട് പ്രാർത്ഥിക്കട്ടെ. യാക്കോബ് 5:13 പറയാണ്, നിങ്ങളിൽ ദുരിതം അനുഭവിക്കുന്നവർ പ്രാർത്ഥിക്കട്ടെ, നിങ്ങളിൽ ദുരിതം അനുഭവിക്കുന്നവർ പ്രാർത്ഥിക്കട്ടെ, നിങ്ങളിൽ സഹനമുള്ളവർ പ്രാർത്ഥിക്കട്ടെ, നിങ്ങളിൽ പ്രതിസന്ധിയുള്ളവർ പ്രാർത്ഥിക്കട്ടെ, തകർച്ചയുള്ളവർ പ്രാർത്ഥിക്കട്ടെ, കണ്ണുനീരുള്ളവർ പ്രാർത്ഥിക്കട്ടെ, വേദനകളുള്ളവർ പ്രാർത്ഥിക്കട്ടെ. എന്ത് ചെയ്യട്ടെ? പറഞ്ഞേ, സ്വരം പോരല്ലോ. ഒരു 50 പേര് കേൾക്കുന്നു. ഉച്ചത്തിൽ നിന്നും പറഞ്ഞേ, നരകം അത് കേൾക്കട്ടെ.
പ്രാർത്ഥിക്കട്ടെ. പിശാച് അത് കേൾക്കട്ടെ. പ്രാർത്ഥിക്കട്ടെ. കെട്ടുകൾ പൊട്ടട്ടെ, നുഖങ്ങൾ ഒടിയട്ടെ, പ്രാർത്ഥിക്കട്ടെ. അഭിഷേകം ഇറങ്ങട്ടെ, പ്രാർത്ഥിക്കട്ടെ. ആത്മാവ് വ്യാപരിക്കട്ടെ. പ്രാർത്ഥിക്കട്ടെ. എന്ത് ചെയ്യാനാ പറയുന്നത്? പ്രാർത്ഥിക്കട്ടെ. എങ്കിൽ ആ യേശുനാമം ഒരു 3 പ്രാവശ്യം കൂടി വിളിച്ച്, ഉച്ചത്തിൽ വിളിച്ച്, കരമുയർത്തി വിളിച്ച്, യേശുവേ, യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട സഹോദരങ്ങളെ, ഇവർ ഈ കഷ്ടതയിൽ കിടന്ന്, ഈ വേദനയിൽ അവരൊന്നിച്ച് സ്തുതിച്ച് പ്രാർത്ഥിച്ച് അവർ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. ഇപ്പോ ആ സമയത്താണ് പരിശുദ്ധാത്മാവ് ചലിക്കാൻ തുടങ്ങുക. ഇതാ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ആത്മാവിന്റെ പ്രവർത്തനം വരികയാണ്. ശ്രദ്ധിച്ചു നിങ്ങൾ? പരിശുദ്ധാത്മാവിന്റെ ഒരു മൂവ്, പരിശുദ്ധാത്മാവിന്റെ ഒരു ശക്തമായ ചലനം നമുക്കവിടെ കാണാൻ കഴിയുന്നു. എന്താ വചനം പറയുന്നത്? 26-ാമത്തെ വചനം. ഇവരെല്ലാം മറന്ന് ഈ ചങ്ങലകളിൽ കിടന്ന്, ഈ കാരാഗൃഹത്തിന് അന്ധകാരത്തിന് നടുവിൽ, ഈ ദുർഗന്ധത്തിന് നടുവിൽ എല്ലാം മറന്ന് ജീവിക്കുന്ന കർത്താവിനെ ചങ്ക് തുറന്ന് പാടി 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 ഇവർ ആരാധിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതിന്റെ മധ്യേ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കാൻ തുടങ്ങി. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കാൻ തുടങ്ങി. ആത്മാവ് വ്യാപരിക്കാൻ തുടങ്ങി. നിന്റെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം കാണാൻ നീ ആഗ്രഹിക്കുന്നുണ്ടോ? നിന്റെ കുടുംബത്തിൽ നീ ആഗ്രഹിക്കുന്നുണ്ടോ? നിന്റെ തകർച്ചകളിൽ ആഗ്രഹിക്കുന്നുണ്ടോ? നിന്റെ പ്രതിസന്ധികളിൽ ആത്മാവിന്റെ പ്രവർത്തനം കാണാൻ നീ ആഗ്രഹിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്? എന്താ ചെയ്യണ്ടേ? മനസ്സിലാവരുത് പറഞ്ഞ എന്താ ചെയ്യേണ്ടത്? പ്രതിസന്ധികളിൽ ജീവിക്കുന്ന കർത്താവിനെ സ്തുതിച്ചാരാധിക്കുക. നീ ചങ്ക് തുറന്ന് പ്രാർത്ഥിക്കുക. അവിടെ സ്പിരിറ്റ് മൂവ് ചെയ്യാൻ തുടങ്ങും, സ്പിരിറ്റ് പ്രവർത്തിക്കാൻ തുടങ്ങും, സ്പിരിറ്റ് വ്യാപരിക്കാൻ തുടങ്ങും, ആത്മാവിന്റെ ശക്തി വെളിപ്പെടാൻ തുടങ്ങും. 16:26 എന്താ പറയുന്നത്? പെട്ടെന്ന് പറഞ്ഞേ, പെട്ടെന്ന് പറഞ്ഞേ, പെട്ടെന്ന്. പോരാ പോരാ, ഉറക്കെ പറ, വാ തുറന്ന് പറ. നമ്മൾ ചതഞ്ഞിരിക്കരുത്. കർത്താവിന്റെ ജനം എപ്പോഴും വൈബ്രന്റ് ആയിരിക്കണം. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ആ എല്ലാവരും ഉറക്കെ പറഞ്ഞേ, പെട്ടെന്ന് പറഞ്ഞേ. പോരാ, പെട്ടെന്ന് പറഞ്ഞേ, പെട്ടെന്ന്. എപ്പോഴാ ആത്മാവ് വ്യാപരിക്കാൻ തുടങ്ങിയത്? പെട്ടെന്ന്. എപ്പോഴാ പരിശുദ്ധാത്മാവ് ചലിക്കാൻ തുടങ്ങിയത്? പെട്ടെന്ന്. പെട്ടെന്ന്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഇടത് മത്സരിക്കുന്ന വ്യക്തിയോട് നോക്കി നീ അഭിഷേകത്തോടെ പറ, പെട്ടെന്ന് പറഞ്ഞേ, പെട്ടെന്ന്, പെട്ടെന്ന്, പെട്ടെന്ന്. പരിശുദ്ധാത്മാവിന് പ്രവർത്തിക്കുക ഒത്തിരി മണിക്കൂറൊന്നും വേണ്ട കേട്ടോ, ഒത്തിരി സമയമൊന്നും വേണ്ട. ഒരൊറ്റ സെക്കൻഡ് മതി നിന്നെ മാറ്റിമറിക്കാൻ, നിന്റെ പ്രശ്നത്തിന്റെ കെട്ട് പൊട്ടിക്കാൻ, നിന്റെ കുടുംബത്തിന്മേലുള്ള മുഖം ഒടിച്ചു കളയാൻ, നിന്റെ പ്രതിസന്ധി പരിഹരിക്കുവാൻ ഒരു സെക്കൻഡ് വേണ്ട പരിശുദ്ധാത്മാവിന്. അവൻ സർവശക്തനായ ദൈവമത്രേ. ഓ സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. കണ്ടു, സ്പിരിറ്റ് പ്രവർത്തിക്കുക, ആത്മാവ് വ്യാപരിക്കാൻ തുടങ്ങി. പെട്ടെന്ന് പറഞ്ഞേ, ആ കാരാഗൃഹത്തിന്റെ 16:26 പെട്ടെന്ന് വലിയ ഒരു ഭൂകമ്പമുണ്ടായി. വലിയൊരു ഭൂകമ്പമുണ്ടായി. ഭൂകമ്പം ഉണ്ടാകാനാണോ അവര് സ്തുതിച്ച് ആരാധിച്ചത്? ഭൂകമ്പത്തിന് വേണ്ടിയാണോ അവർ ആരാധിച്ചത്? പ്രതിസന്ധിയിലും ചങ്ങലകളിലും കൊടിയ സഹനത്തിന് നടുവിൽ അവർ കർത്താവിനെ ആരാധിച്ചപ്പോൾ പെട്ടെന്ന് ഒരു ഭൂകമ്പം. അതെന്താണെന്നറിയോ പ്രിയപ്പെട്ടവരെ? ആ ഫിലിപ്പി കാരാഗൃഹത്തിനുള്ളറയിലേക്ക് ആരാണോ ഇവരെ ഫിലിപ്പയിലേക്ക് വചനം പറയാൻ പറഞ്ഞയച്ചത്, ആ പരിശുദ്ധാത്മാവ് ഫിലിപ്പി കാരാഗൃഹത്തിന്റെ ഉള്ളറയിലേക്ക് മഹത്വത്തോടെ ഇറങ്ങി വന്നു. അവന്റെ ശക്തി അവിടെ വെളിപ്പെട്ടു, അവന്റെ ശക്തി അവിടെ ഇറങ്ങി. ഭൂമി കുലുക്കത്തിന്റെ രൂപത്തിൽ. ഒരു ഹല്ലേലൂയ പറഞ്ഞേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിനക്കൊരു പ്രശ്നം വരുമ്പോൾ മാറിപ്പോകുന്നവനല്ല പരിശുദ്ധാത്മാവ്. നിന്നെ ചേർത്ത് പിടിക്കുക, നിന്നെ ചേർത്ത് പിടിക്കുക. പ്രശ്നം വരുമ്പോൾ മാറിപ്പോകുന്നത് മനുഷ്യന്റെ സ്വഭാവം. ഹല്ലേലൂയ പറഞ്ഞേ. നിനക്കൊരു സങ്കടം വരുമ്പോൾ, ഒരു തകർച്ച വരുമ്പോൾ അകന്നു പോകുന്നത് മനുഷ്യന്റെ സ്വഭാവം. അത് കർത്താവിന്റെ സ്വഭാവം എന്താ? കഷ്ടതയുടെ ദിനങ്ങളിൽ ഞാൻ നിന്നോട് പറഞ്ഞേ നിങ്ങള് ഉറക്ക പറ, വചനം ഉച്ചത്തിൽ പറ.
കഷ്ടതയുടെ ദിനങ്ങളിൽ ഞാൻ നിന്നോട്, ആര്? മനുഷ്യനോ? മനുഷ്യനോ കഷ്ടതയുടെ ദിനങ്ങളിൽ വിട്ടുപോകും. കാരണം അവനെ ബാധ്യതയായാലോ. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്നാൽ കർത്താവ് ചേർന്ന് നിൽക്കുകയാണ്. ഞാൻ അവസാന ഭാഗത്തോട്ട് വരും. നിങ്ങൾ ശ്രദ്ധിക്കണം പ്രിയപ്പെട്ടവരെ. ദൈവശക്തി ഇറങ്ങി ഈ ആരാധനയിൽ നിന്റെ ചില പ്രശ്നങ്ങളിലേക്കും, നിന്റെ ചില വേദനകളിലേക്കും, നിന്റെ ചില ദുരിതങ്ങളിലേക്കും, സങ്കടങ്ങളിലേക്കും ആത്മാവിന്റെ ശക്തി ഇറങ്ങാൻ പോവുകയാണ്. വിശ്വസിക്കുന്ന ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. 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 അവിടെ എന്തോ ഉണ്ടായ? അടഞ്ഞു കിടക്കുന്ന വാതിലുകൾ തുറക്കപ്പെട്ടു, ചങ്ങലകൾ അഴിഞ്ഞു വീണു. അവിടെ മുൻപിലുള്ള സകല ഡോറുകളും തുറക്കപ്പെട്ടു, എല്ലാം തുറക്കപ്പെട്ടു. ഓ ജീസസ്. അടുത്ത് നിങ്ങൾ ശ്രദ്ധിക്കുക സഹോദരങ്ങളെ. 27-ാമത്തെ വചനം ഉച്ചത്തിൽ വായിച്ച് നിങ്ങൾ ശ്രദ്ധിച്ച്. കാവൽക്കാരൻ ഉണർന്നപ്പോൾ, ജയിലിലെ കാവൽക്കാരൻ ഉണർന്നപ്പോൾ കാരാഗൃഹ വാതിലുകൾ തുറന്നു കിടക്കുന്നത് കണ്ടു. ആരാ തുറന്നത്? പരിശുദ്ധാത്മാവ്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. നിനക്ക് വേണ്ടി ചില വാതിലുകൾ, നിന്റെ മുൻപിൽ അടഞ്ഞു കിടക്കുന്ന ചില വാതിലുകൾ, നിന്റെ മുൻപിൽ അടഞ്ഞുപോയ ചില വഴികൾ ഇതാ അവൻ തുറക്കാൻ പോവുകയാണ്. ആമേൻ. പ്രാപിച്ചോ. ഈ അഭിഷേകം നിങ്ങൾ ഏറ്റെടുത്തോ. അടഞ്ഞ വഴികളെ തുറക്കുന്നവനാണ് പരിശുദ്ധാത്മാവ്. അടഞ്ഞുപോയ വാതിലുകളെ തുറന്നു തരുന്നവനാണ് പരിശുദ്ധാത്മാവ്. കാരാഗ്രഹ പ്രമാണി വിചാരിച്ചു ഇവരൊക്കെ, ഈ തടവുകാരൊക്കെ രക്ഷപ്പെട്ടു എന്ന് വിചാരിച്ച് അവൻ കത്തിയെടുത്ത് വാളെടുത്ത് ആത്മഹത്യക്ക് ഒരുങ്ങി. ഇതാണ് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇവനെയും ഇവന്റെ കുടുംബത്തെയും രക്ഷയിലേക്ക് നയിക്കാനാണ് പരിശുദ്ധാത്മാവ് ഈ വഴികളിലൂടെ എല്ലാം പൗലോസിനെയും ശീലാസിനെയും കൊണ്ടുവന്നത്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക. ഒരു വ്യക്തിയെ രക്ഷയിലേക്ക് നയിക്കുവാൻ പരിശുദ്ധാത്മാവ് ഉപയോഗിക്കുന്ന 2 വഴികളാണ്. ഒന്ന്, ഹെൽപ്ലെസ് ആയ സിറ്റുവേഷൻ. ആർക്കും നമ്മളെ സഹായിക്കാൻ പറ്റാത്ത ഈ ലോകത്തിലെ ഒരു മനുഷ്യന് പോലും നമ്മളെ സഹായിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള ചില പ്രശ്നങ്ങൾ, ചില ക്രൈസിസുകൾ, ചില ദുരന്തങ്ങൾ, ചില തകർച്ചകൾ നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് അനുവദിക്കൂ. എങ്കിലേ നീ കർത്താവിന്റെ വഴിയിലോട്ട് വരികയുള്ളൂ. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. അതുകൊണ്ട് ഹെൽപ്ലെസ് ആയ, ആരും സഹായിക്കാനില്ല, ഇനി സഹായിക്കാൻ തന്നെ ആളുകൾ ഉണ്ടെങ്കിൽ അവര് സഹായിച്ചിട്ട് യാതൊരു, അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന ആരെങ്കിലും ഈ വചനം കേൾക്കുന്നുണ്ടോ? ചിലപ്പോൾ ഓൺലൈനിലാകാം, വിവിധ ദേശങ്ങളിലും ആയിരിക്കാം, അല്ലെങ്കിൽ ഈ വചന കൂടാരത്തിലായിരിക്കാം. ആരെങ്കിലും കേൾക്കുന്നുണ്ടോ? ഒരു ഹെൽപ്ലെസ് ആയ സാഹചര്യം. ദൈവമേ, നീ ദൈവത്തിന് മാത്രമേ സഹായിക്കാൻ പറ്റൂ. സഹായം ദൈവത്തിൽ നിന്ന് അപ്രകാരമുള്ള ചില സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന മക്കൾ ഇതിനകത്തുണ്ടെങ്കിൽ കരമുയർത്തി വിളിക്കട്ടെ, യേശുവേ. പഠിത്തിരിക്കുന്ന ആൾക്ക് കൈ കൊടുത്തോണ്ട് പറഞ്ഞേ, ആർക്കും സഹായിക്കാൻ കഴിയാത്ത ചില സാഹചര്യങ്ങൾ പറഞ്ഞേ, ആർക്കും പരിശുദ്ധാത്മാവ് നിനക്ക് അനുവദിക്കും. എന്തിനെന്നറിയോ? നിന്നെ മര്യാദ പഠിപ്പിക്കാൻ. പ്രൈസ് ദി ലോർഡ്. നിന്നെ ശരിക്കുള്ള വഴിയിലോട്ട് കൊണ്ടുവരാൻ, നിന്നെ കർത്താവിന്റെ മാർഗത്തിലോട്ട് കൊണ്ടുവരാൻ, നിന്നെ കർത്താവിന്റെ ഒരു യഥാർത്ഥ പൈതലാക്കി മാറ്റുവാൻ, നീ കർത്താവിന്റെ രക്ഷ സ്വീകരിക്കുവാൻ, നിന്റെ ചില 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 വെടക്കെട്ട സ്വഭാവങ്ങള് മാറ്റിക്കളയാൻ. മനസ്സിലാവുന്നുണ്ടോ? കുറേശ്ശെ മനസ്സിലാവുന്നുണ്ട്. എങ്കിലും ഹല്ലേലൂയ പറഞ്ഞേ. ഹെൽപ്ലെസ് ആയ സിറ്റുവേഷൻ. രണ്ടാമത്തെ സാഹചര്യം എന്താണെന്നറിയോ? ഹോപ്പ്ലെസ് ആയ സിറ്റുവേഷൻ. ഇനി പ്രതീക്ഷയ്ക്ക് ഒരു വകയുമില്ല. ഡോക്ടർമാർ പറയില്ലേ, ഇനി യാതൊരു മാക്സിമം 3 മാസം. എന്ത് ചെയ്ത് അമേരിക്കയിൽ കൊണ്ടുപോയിട്ടും കാര്യമില്ല. പ്രതീക്ഷയ്ക്ക് വകയില്ല. അറിയിക്കേണ്ടവരൊക്കെ അറിയിച്ചോ, ബന്ധുക്കളോടൊക്കെ പറഞ്ഞോ. ഇനി മാക്സിമം 3 മാസം അല്ലെങ്കിൽ 6 മാസം. ഹോപ്പ്ലെസ് ആയ സിറ്റുവേഷൻ. ഇനി ഈ ലോകത്തിലെ ആര് വിചാരിച്ചാലും
അവരെന്തൊക്കെ തരാമെന്ന് പറഞ്ഞാലും നമുക്ക് ഉപകാരപ്പെടാത്ത ചില സാഹചര്യങ്ങൾ നിന്റെ ജീവിതത്തിൽ ചില സമയങ്ങളിൽ പരിശുദ്ധാത്മാവ് അനുവദിക്കും. ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന തൊട്ടുകൊണ്ട് പറ, നീ തകർന്നു പോകേണ്ട. പറഞ്ഞ്, നീ തകർന്നു പോകേണ്ട, തകർന്നു പോകേണ്ട, നീ ഭയപ്പെടേണ്ട, ഭയപ്പെടേണ്ട, നീ അസ്വസ്ഥനാകേണ്ട. അസ്വസ്ഥപ്പെടേണ്ട. പരിശുദ്ധാത്മാവിന് ചില പദ്ധതികളുണ്ട്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന് ചില പദ്ധതികളുണ്ട്. എത്ര പേര് വിശ്വസിക്കുന്നു? ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. ഈ കാരാഗൃഹ പ്രമാണിയെയും അവന്റെ കുടുംബത്തെയും കർത്താവിന്റെ രക്ഷയിലേക്ക് ആർക്ക് നയിക്കണം? പരിശുദ്ധാത്മാവിനെ നയിക്കണം. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? അവന്റെ ജീവിതത്തിൽ ഒരു ഹെൽപ്ലെസ് ആയ സാഹചര്യം, ഒരു ഹോപ്പ്ലെസ് ആയ അതുകൊണ്ട് അവൻ വാളെടുത്ത് ഇനിയും ജീവിച്ചിട്ട് കാര്യമില്ല, ആർക്കും സഹായിക്കാൻ പറ്റില്ല. തടവുകാരൊക്കെ രക്ഷപ്പെട്ടു. തന്റെ തല, അധികാരികൾ തന്റെ തല വെട്ടിക്കളയുന്നതിനേക്കാൾ മുമ്പ് തനിക്ക് ആത്മഹത്യ ചെയ്യാം. ഹോപ്പ്ലെസ് ആയ സിറ്റുവേഷൻ. അവൻ ആത്മഹത്യക്ക് ഒരുങ്ങുമ്പോൾ പൗലോസ് പറഞ്ഞു, സഹോദരാ, സ്റ്റോപ്പ്, സ്റ്റോപ്പ്, നീ സാഹസം കാണിക്കരുത്. ഞങ്ങൾ ആരും ഈ ജയിലിൽ നിന്ന് ചാടിപ്പോയിട്ടില്ല, ഞങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞങ്ങളൊക്കെ ഈ ജയിലിനകത്തുണ്ടട പോലെ. ഉടൻ അവന് മനസ്സിലായി, ഇവർ ആരാധിക്കുന്ന ദൈവം, ഇവരുടെ പാട്ടും ഇവരുടെ കയ്യടിയും ഇവരുടെ സ്തുതിപ്പും ഇവരുടെ ആരാധനയും ഒരു നേരം പോക്കല്ല. ഇവരുടെ ദൈവം സർവശക്തനായ ദൈവമാണ്. സകലത്തിനും മതിയായ ദൈവം, എല്ലാം സാധ്യമാക്കുന്നവൻ. ഈ കാരാഗൃഹ പ്രമാണിയുടെ ഹൃദയം അങ്ങ് തുറന്നു. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. പറഞ്ഞേ ശക്തിയോടെ. ഹല്ലേലൂയ. ഉടനെ അവൻ വിളിച്ചൊരു വിളിയുണ്ട്, യജമാന്മാരെ. എന്താ വിളിച്ചത്? ഉറക്കെ പറഞ്ഞേ. യജമാനന്മാരെ. ചിലർക്ക് സംഗീതി അങ്ങ് ഉള്ളിൽ കത്തിയാൽ അവരുടെ വിളികളും സ്വഭാവവും വർത്തമാനമൊക്കെ ശരിക്കും അങ്ങ് മാറിപ്പോവും. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. പൗലോസിനെ ജയിലിലേക്ക് തള്ളിയിടുമ്പോൾ ഇവൻ എന്തായിരിക്കും പറഞ്ഞു കാണുക? ഈ അൾത്താരിൽ നിന്ന് പറയാൻ പറ്റുമോ? അതുപോലെ തെറി വാക്കും ചീത്ത വാക്കും, മറ്റവനെ മറച്ചവിടെ നിന്റെ ഒരു സ്തുതിപ്പം, നിന്റെ ഒരു സുവിശേഷം, നിന്റെ മറ്റവൻ എന്ന് പറഞ്ഞ് ചവിട്ടി ഈ കാരാഗ്രഹത്തിലുള്ളവരയിലേക്ക് തള്ളിവിട്ടവനായി ഇവൻ ജയിൽ വാർഡനാ. പക്ഷെ പരിശുദ്ധാത്മാവിന്റെ ഒരു ഈ മൂവ്, പരിശുദ്ധാത്മാവിന്റെ ഇടപെടൽ കണ്ടപ്പോൾ പച്ചത്തെറി പറഞ്ഞ അതേ നാവ് കൊണ്ട് ഈ കാരാഗ്രഹ പ്രമാണി പറയാ, മാസ്റ്റേഴ്സ്, യജമാന്മാരെ, രക്ഷ പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണം? ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. ഇവന്റെ നാവ് കൊണ്ട് ഇവനെ കൊണ്ട് ഇത് പറയിപ്പിക്കുവാനാ പരിശുദ്ധാത്മാവ് ഈ വഴികളിലൂടെ ഇവനെ കൊണ്ടുപോയത്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. ഇപ്പൊ നമുക്ക് ചിലർക്കൊക്കെ കുറച്ചു പേരൊക്കെ ആ പരുവത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പൊ ഒരു ഹല്ലേലൂയ പറഞ്ഞേ. രക്ഷപ്പെടാൻ എന്താ ചെയ്യേണ്ടത് കർത്താവേ? രക്ഷപ്പെടാൻ എന്താ ചെയ്യേണ്ടത്? പട്ടത്തച്ച ഒന്ന് രക്ഷപ്പെട്ട എന്താ ചെയ്യണം? പലരും ചോദിക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. എന്റെ കുടുംബത്തിന്റെ സ്ഥിതി മാറാൻ ഞാൻ എന്ത് ചെയ്യണം? ഈ തകർച്ച മാറാൻ എന്ത് ചെയ്യണം? ഈ പ്രതിസന്ധി ഒന്ന് പരിഹരിക്കപ്പെടാ ഞാൻ എന്താ ചെയ്യേണ്ടത്? അവിടേക്ക് എത്തിച്ചു പരിശുദ്ധാത്മാവ് നിന്നെ. പ്രൈസ് ദി ലോർഡ്. മനസ്സിലാകുന്നുണ്ടെങ്കിൽ ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. അവസാനിപ്പിക്കുക. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. ഉടനെ പൗലോസ് പറഞ്ഞു, എടാ മോനെ, വഴിക്ക് വാടാ. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. പറഞ്ഞ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. 33 അതിന് എന്താ പറയുന്നത്? 33 പെട്ടെന്ന് വായിച്ച പോലെ 16:33. അപ്പോൾ തന്നെ അവനും കുടുംബവും മാമോദീസ ജ്ഞാനസ്നാനം സ്വീകരിച്ച് സഭയോട് ചേർക്കപ്പെട്ടു. അവിശ്വാസി വിശ്വാസിയായിട്ട് മാറി. നിരീശ്വരവാദി ദൈവ പൈതലായിട്ട് മാറി. അപ്പൊ ഒരു വ്യക്തിയെ രക്ഷയിലേക്ക് നയിക്കാൻ പരിശുദ്ധാത്മ ഉപയോഗിക്കുന്ന രണ്ട് വഴികളാണ് ഹെൽപ്ലെസ് സിറ്റുവേഷൻ, ഹോപ്പ്ലെസ് സിറ്റുവേഷൻ. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. ആർക്കും സഹായിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ നിന്റെ മുൻപിൽ അങ്ങ് ഉണ്ടാക്കും. ആർക്കും സഹായിക്കാൻ പറ്റാത്ത അവസ്ഥ. രണ്ട്, ഒരു പ്രതീക്ഷയ്ക്കും വകയില്ലാത്ത ഒരു സാഹചര്യം അങ്ങ് അനുവദിക്കും. അപ്പൊ നീ തന്നെ സറണ്ടർ ആവും.
നീ തന്നെ സറണ്ടർ ആവും, നിന്റെ കൊമ്പൊക്കെ ഒടിയും. പ്രൈസ് ദി ലോർഡ്. ചേർത്ത് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. അവസാനം 34 എന്താ പറയുന്നത്? അവനും കുടുംബവും വീട്ടിലേക്ക് കൊണ്ടുവന്ന് അവർക്ക് ഭക്ഷണം വിളമ്പി. പൗലോസിലേക്ക് നല്ല ഡിന്നർ ഊണൊക്കെ കൊടുത്ത് 34 വചനം പറയാ, ദൈവത്തിൽ വിശ്വസിച്ചത് കൊണ്ട് അവനും കുടുംബാംഗങ്ങളും അത്യന്തം ആനന്ദിച്ചു. അങ്ങനെ ആ കുടുംബം മുഴുവൻ കർത്താവിന്റെ രക്ഷയിലേക്ക് വന്നു. ഹല്ലേലൂയ. അപ്പൊ പൗലോസിന് കിട്ടിയ ഈ അടിയും തൊഴിയും പീഡനവും എന്തിനു വേണ്ടിയായിരുന്നു? ഈ കുടുംബത്തെ രക്ഷിക്കാൻ, ഈ കുടുംബത്തെ കർത്താവിനായി നേടാൻ. സഹോദരങ്ങളെ, നമ്മൾ ഈ സത്യം മനസ്സിലാക്കുക. നമ്മുടെ ജീവിതത്തിൽ പല തകർച്ചകളിലും പരാജയങ്ങളിലും വേദനകളിലുള്ള ആത്മാവിന്റെ പദ്ധതി എന്താ? നമ്മൾ കർത്താവിനെ കണ്ടുമുട്ടണം, നമ്മൾ കർത്താവിനെ രക്ഷ സ്വീകരിക്കണം, നമ്മൾ കർത്താവിന്റെ വഴിയിലേക്ക് വരണം. മനസ്സിലായവർ ഉച്ചത്തിൽ ഒരു 3 ഹല്ലേലൂയ പറഞ്ഞ കർത്താവിന് മഹത്വം കൊടുത്ത് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു സെക്കൻഡ് എഴുന്നേറ്റ് നിന്ന് ആ ഇടത് വളർന്നിരിക്കുന്ന വ്യക്തിക്ക് കറങ്ങെടുത്തുകൊണ്ട് പറ, നിന്റെ പ്രതിസന്ധികളിൽ നീ ഭയപ്പെടേണ്ട. കാര്യം മനസ്സിലായോ? പ്രതിസന്ധികളിൽ ഭയപ്പെടേണ്ട. പറഞ്ഞേ, നിന്റെ സഹനങ്ങളിൽ നീ വിഷമിക്കേണ്ട, നിന്റെ തകർച്ചകളിൽ നീ ഭാരപ്പെടേണ്ട, നിന്റെ പരാജയങ്ങളെ ഓർത്ത് നീ മനസ്സ് കലങ്ങിയിരിക്കേണ്ട, നൊമ്പരപ്പെടേണ്ട. പരിശുദ്ധാത്മാവ് നിനക്കൊരു വഴി തുറന്നു തരും. അവൻ നിനക്ക് വേണ്ടി ഒരു വഴി തുറക്കും, നിന്റെ കുടുംബത്തിന് വേണ്ടി ഒരു വഴി തുറക്കും, നിന്റെ തലമുറയ്ക്ക് വേണ്ടി ഒരു വഴി തുറക്കും. ഈ ആരാധനയിൽ ആവിധം സംഭവിക്കാൻ പോവാ. ആത്മാവിന്റെ ശക്തി ഈ കൃപയുടെ ഭവനത്തിലേക്ക്, ഈ വചന കൂടാരത്തിലേക്ക് ഇറങ്ങുന്ന സമയം എല്ലാം മറന്ന് 2 കരങ്ങളും ഉയർത്തി ഒരിക്കൽ കൂടെ ഒരു 3 പ്രാവശ്യം